ചെയ്യാത്ത ആളുകളുണ്ടാവുമോ? മലയാളികളുടെ വീക്ക്നെസ്സുകളിലൊന്നാണ് യാത്ര എന്ന് പറയുന്നത് തന്നെ. ഇത്തരത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച ഒരുപാട് മൗണ്ടെയ്ൻസുകൾ കയറി ഇറങ്ങിയ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. പന്തളം സ്വദേശിയാണ്, ഷെയ്ഖ് ഹസൻ ഖാൻ എന്നറിയപ്പെടും. ചേട്ടാ, ഇത്രത്തോളം ഇങ്ങനെ യാത്രകളോട് കമ്പം കൂടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ആദ്യം പറഞ്ഞ പോലെ തന്നെ മലയാളികൾക്ക് യാത്ര ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള ഒരു തീരുമാനം യാദൃശ്ചികമായിട്ട് 2017 എടുത്തു. 5 വർഷത്തെ ട്രെയിനിങ്, പല മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ട്രെയിനിങ്, ഇന്ത്യയിലുള്ള പല മൗണ്ടൻസ് കയറാനുള്ള ശ്രമം. അതിനുശേഷം 2022 ജീവൻ തന്നെ പണയം വെച്ച് മൗണ്ട് എവറസ്റ്റ് കയറാൻ സാധിച്ചു. ഫസ്റ്റ് ടൈമിന് മൗണ്ട് എവറസ്റ്റ് കയറാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടാണ്. അതൊരു വലിയ അനുഗ്രഹം കൂടെയാണ്. കാരണം ഫസ്റ്റ് ടൈം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ 2022 മെയ് മാസം 15-ാം തീയതി രാവിലെ 9:30 അതിൻ്റെ മുകളിലെത്തി. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നു. 3 മാസം ചികിത്സയിലായിരുന്നു. എൻ്റെ ശരീരത്തിലെ മുഴുവൻ മസിൽസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതിനുശേഷം 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ 6 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറി കഴിഞ്ഞു ആസ് ഓഫ് നൗ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ദെനാലി എന്നാണ് പറയുന്നത്. അത് അലാസ്കയിലാണ് ഇരിക്കുന്നത്. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അർജൻറ്റീനയിലാണ് ഇരിക്കുന്നത്. അക്കൻകാഗോ എന്നാണ് പേര്. മൗണ്ട് വിൻസൺ എന്നാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ എന്നാണ് പേര്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇരിക്കുന്ന റഷ്യയിലാണ്. മൗണ്ട് എൽബ്രൂസ് എന്നാണ് പേര്. പിന്നെ ലോകത്തിലെ ഉയരം കൂടിയ അഗ്നിപർവ്വതം ഓഹോസ് ഡെൽ സലാഡോ. ഇത്തരം പർവ്വതങ്ങളാണ് ഇപ്പോൾ കയറിയിരിക്കുന്നതിൽ മെയിനായിട്ടുള്ളത്. ഒരു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഞാൻ തന്നെ ഇട്ടിരിക്കുന്ന പേര് ദി വേൾഡ് പീസ് പ്രൊജക്റ്റ് എന്നാണ്. ലോക സമാധാനവും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ്സുമാണ് ഈ പദ്ധതിയിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒന്ന് ഈ ഫിസിക്കലായിട്ടുള്ള സ്ട്രെയിൻ, 2 മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ, 3 ഫിനാൻഷ്യലായിട്ട് ഒരുപാട് സ്ട്രെയിൻസ് ഇതിനകത്തുണ്ട്. എവറസ്റ്റ് കൊടുമുടി കയറാൻ തന്നെ ഏകദേശം 40-45 lakhs rupees ആവശ്യമുണ്ട്. അത് കണ്ടെത്തിയതൊരു വലിയ സ്റ്റോറിയാണ്. അതിനുശേഷം മൗണ്ട് വിൻസൺ കയറാൻ 55 lakhs ആണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ഏകദേശം 1.5 കോടിയോളം രൂപയുടെ എക്സ്പെഡീഷൻ ഇതുവരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എല്ലാ രാജ്യങ്ങളിലും ചെന്ന് ആ രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറി ഇന്ത്യയുടെ ദേശീയ പതാക പറപ്പിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ്. അത് പറയുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് അവിടുത്തെ മല കയറാൻ പോകുമ്പോൾ അറിയാം, അവിടെ തല വെട്ടുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്പോൺസർ വേണം. അപ്പോൾ സ്പോൺസർമാരെ തപ്പിയുള്ളൊരു ഹണ്ടിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ യാത്ര ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഈ മൗണ്ടെയ്ൻസിലൊക്കെ പോയ സമയത്ത് എന്തെങ്കിലും ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ടാവുമോ? മൗണ്ടൻസിൽ പോയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ മൊബൈൽ ഫോൺ നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. നമ്മുടെ ചാറൂറ്റി കുടിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുപോകാത്തത് കൊണ്ട് എല്ലാ ഓർമ്മകളാണ്. തൊട്ടുന്നും പിടിക്കുന്ന എല്ലാ ഓർമ്മകളാണ്. കാരണം അതെല്ലാം നമ്മൾ ഡയറക്റ്റാണ് നമ്മുടെ മെമ്മറിയിലോട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. മെയിനായിട്ടുള്ള ഓർമ്മ ഞാൻ പറഞ്ഞില്ലേ, എവറസ്റ്റിൽ പോയപ്പോൾ ഞാൻ മരിക്കാൻ കിടന്നത് തന്നെയാണ്. കാരണം 15 മിനിറ്റ് ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റിൻ്റെ 8400 മീറ്ററിൽ ഒരു 15 മിനിറ്റ്സ് ഞാൻ കിടന്നു. ജസ്റ്റ് ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു. ഒരു ഷെർപ്പയുടെ സഹായത്തോടു കൂടി ഞാൻ വീണ്ടും ഓക്സിജൻ കിട്ടിയാണ് മുകളിലേക്ക് പോകുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ മെയിൻ ഓർമ്മ. മൗണ്ടൻ ചോദിച്ചാൽ ഞാൻ ആദ്യം അതേ പറയത്തുള്ളൂ എല്ലാവരുടെ അടുത്തും. രണ്ടാമത്തത് എവറസ്റ്റിൻ്റെ തന്നെ ആ ലാസ്റ്റ് ഡേ തന്നെ മുകളിലോട്ട് കയറുമ്പോൾ ഹിലാരി സ്റ്റെപ്പിന് ഞാൻ ഉരുണ്ടടിച്ച് വീണ്, ഡെഡ് ബോഡിയുടെ മണ്ടക്കോട് ഉരുണ്ടടിച്ച് വീണ് ഡെഡ് ബോഡിയിൽ പിടിച്ച് രക്ഷപ്പെട്ടൊരു കഥയുണ്ട്. അങ്ങനെ 2 സ്റ്റോറിയാണുള്ളത്. പിന്നെ മൂന്നാമത്തെ ഞാൻ മൗണ്ട് ദെനാലിയിൽ പോയപ്പം, നോർത്ത് അമേരിക്ക ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞില്ല, അവിടെ പോയപ്പം വലിയ ക്രിവാസുകളുണ്ട്, കുഴികൾ, ഐസിൻ്റെ മണ്ടക്കത്തുള്ള ഷീറ്റുകളുണ്ട്. ആ കുഴിയിൽ ഉരുണ്ടടിച്ച് വീണ സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ പറയുമ്പം നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം -30 ഡിഗ്രിയിൽ ആരും ഇല്ലാത്ത സ്ഥലത്തോട് നടക്കുമ്പോൾ ഈ കുഴിയിൽ വീണ് പോകുമ്പം പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മുട്ടിടിക്കും, മുട്ടിന് വേദന വരും, മുട്ട് പൊട്ടും. എൻ്റെ കയ്യിലെ ഗ്ലൗസ് എല്ലാം കുഴിക്കകത്ത് പോയിട്ടുണ്ട്. 4ാമത്തെ സ്റ്റോറി, അന്റാർട്ടിക്കയിൽ മൗണ്ട് വിൻസൻ്റെ മുകളിൽ എത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എൻ്റെ ഗ്ലൗസ് ഊരിയപ്പം എൻ്റെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. അങ്ങനെ ജസ്റ്റ് കൈ മുറിച്ച് കളയാതെ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. വിരലുകളെല്ലാം ഫ്രോസ്റ്റ് ബൈറ്റ് ആയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് മെയിൻ സ്റ്റോറീസ് എനിക്ക് ചോദിച്ചാൽ ഓർക്കാനുള്ളത്. പിന്നെ ഒരുപാട് കഥകളുണ്ട്. മൗണ്ടൻസ് ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. അവസാനമായി പോയ യാത്ര ഏതായിരിക്കും? അവസാനമായിട്ട് ഞാൻ പോയത് ചിലിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആക്റ്റീവ് വോൾക്കാനുള്ള ചിലിയിലാണ്. ആൻഡീസ് പർവ്വതനിരയിലാണ്. അറ്റക്കാമ ഡെസേർട്ടിന് നടുക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ പേര് ഓഹോസ് ഡെൽ സലാഡോ എന്നാണ്. അപ്പോൾ ആ അഗ്നിപർവ്വതമാണ്. അഗ്നിപർവ്വതം കയറുന്ന ആദ്യത്തെ മലയാളിയും കൂടെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അതാണ് ലാസ്റ്റായിട്ട് കയറിയത്. ശരിക്കും ലാസ്റ്റായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ജബൽ ജെയ്സ് എന്ന് പറഞ്ഞിട്ട് UAE-യിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറിയായിരുന്നു. അങ്ങനെ ജബൽ ജെയ്സ് ആണ് ഏറ്റവും അവസാനമായിട്ട് കയറിയത്. അത് വേണമെന്ന് ചോദിച്ചാൽ അതല്ല, തിരിച്ചു വന്നിവിടെ അഗസ്ത്യാർകൂടം വീണ്ടും ഒന്നുകൂടെ കയറിയായിരുന്നു. അപ്പോൾ അങ്ങനെ മലകൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കുകയാണ്.
അന്റാർട്ടിക്കയിലടക്കം പോയി എന്നൊരു വിവരം കേട്ടായിരുന്നു ഇതിൽ. അതെ അതെ, അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരു വളരെ സെറീനായിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ്. നമ്മുടെ നാടുകൂടെയല്ല, മാത്രമല്ല മഞ്ഞല്ല, അവിടെ മുഴുവൻ ഐസാണ്. പിന്നെ അതൊരു പ്രസിപ്പിറ്റേഷൻ വളരെ കുറഞ്ഞ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്താണ് ഈ മൗണ്ടൻ നമുക്ക് പോകേണ്ട വിൻസൺ ഇരിക്കുന്നത്. അന്റാർട്ടിക്കയുടെ നടുക്കുള്ള ഒരു എൽസ്വർത്ത് മൗണ്ടൻ റേഞ്ചസിലാണ് ഈ മൗണ്ട് വിൻസൺ ഇരിക്കുന്നത്. സാധാരണ ആൾക്കാർ പോകുന്ന അന്റാർട്ടിക്കയുടെ ചുറ്റുമാണ്, അവിടെയാണ് നമ്മുടെ റിസർച്ച് സ്റ്റേഷനൊക്കെ ഇരിക്കുന്നത്. അവിടെയല്ല, ഒരു ചിലിയിൽ നിന്ന് 6 മണിക്കൂർ വിമാനം എടുത്ത് പറന്ന് അന്റാർട്ടിക്കയുടെ നടക്കിറങ്ങിയിട്ടാണ് 15 ദിവസം കൊണ്ട് കയറിയിട്ട് വന്നത്. കാരണം 15 ദിവസം കഴിഞ്ഞിട്ടേ വിമാനം വരത്തുള്ളൂ. നമ്മൾ ഈ 15 ദിവസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാലും അവിടെ കിടന്ന് മരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ് അന്റാർട്ടിക്കയിൽ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വർണ്ണിക്കാനോ എനിക്ക് പറയാനോ എനിക്ക് ബുക്കിൽ എഴുതിയാൽ പോലും തികയാത്ത എക്സ്പീരിയൻസ് ആണ് അന്റാർട്ടിക്ക എന്നൊക്കെ കിട്ടുന്നത്. കാരണം വെറുതെ അന്റാർട്ടിക്ക ഭംഗി കാണാനല്ലോ പോകുന്നത്. അവിടെ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉറപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ത്രില്ല്, അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കൂടെ വരുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, അവരെ ചില ആൾക്കാർ വിട്ടുപോകേണ്ടി വരും. അപ്പോൾ അവരുടെ വിഷമങ്ങൾ ചില ആൾക്കാർ നമ്മൾ ഇമ്പ്രവൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. കാരണം ടീമായിട്ടാണ് പോകുന്നത്, ടീമാണ്. നമ്മൾ എൻ്റെ കൂടെ പോകണമെങ്കിൽ നമുക്ക് 2 പേർക്കോട്ടെ കയറാൻ പറ്റും, ഒറ്റയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഒരാൾ പിൻവാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ 2 പേരെയും പ്രൊമോട്ട് ചെയ്ത് മേളിൽ കൊണ്ടുപോകാന്നൊക്കെ ഉള്ളത് ചെറിയ കളികളല്ല. അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് അന്റാർട്ടിക്കയിൽ. അന്റാർട്ടിക്ക മനോഹരമായി പോകേണ്ടതാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ലീവൊക്കെ എടുത്തിട്ടാണോ പോവാറ്? അതെ, യാത്രയെല്ലാം ലീവ് എടുത്തിട്ടാണ് പോകുന്നത്. കാരണം ജോലി ചെയ്തുകൊണ്ട് നമുക്ക് മല കയറാൻ പറ്റത്തില്ലല്ലോ. ലീവ് എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ശമ്പളം ഇല്ലാത്ത ലീവിലാണ്. കാരണം ഞങ്ങൾക്ക് കേരള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 5 വർഷം വരെ ലീവ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ശമ്പളമൊന്നും കിട്ടത്തില്ല, ആ ഒരു പ്രയോറിറ്റി എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ലീവ് എടുത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ഗവൺമെൻറ് ഓഫ് കേരള അങ്ങനെ നമ്മൾ അനുവദിക്കുന്നുണ്ട്, 5 വർഷം നമുക്ക് ലീവ് എടുത്ത് ചെയ്യാം. ഇപ്പം അവസാനത്തെ 6-7 പർവ്വതങ്ങൾ പോയത് LWAയിലാണ് പോയത്. ഓഗസ്റ്റ് വരെ ലീവുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്പോൺസറെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. കാരണം പദ്ധതി വളരെ വലുതാണല്ലോ.